ഇനി അവർ നിസ്കരിച്ചില്ലെങ്കിലോ 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ പറയുക, നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കുക. എല്ലാവരും പഠിച്ചോ? തൊണ്ടൊക്കെ നടക്കി നിസ്കരിക്കാതെ അടി രണ്ടെണ്ണം വരുന്നു പുറത്തിരിക്കും. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് 10 വയസ്സായ കുട്ടികൾ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ 10 വയസ്സായതിന്റെ പൊന്നുമോനോട് ഇതുവരെയെങ്കിലും നീ നിസ്കരിച്ചോ എന്ന് എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ നിന്റെ പൊന്നുമോനോട് നീ ചോദിച്ചിട്ടുണ്ടോ? നീ പള്ളിയിൽ പോകുന്നോ? നീ നിസ്കരിക്കുന്നോ? നീ വുദൂ എടുത്തോ? അല്ലെങ്കിൽ നീ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പഠിച്ചോ? നീ യാസീൻ ഓതാൻ പഠിച്ചോ? എത്ര വീട്ടിലെ എത്ര മാതാപിതാക്കളാണ് മക്കളോട് ചോദിക്കുക? ഒന്നുണരുക, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ ഒന്ന് നന്നാക്കുക. ഈ മക്കളെ മാത്രമാണ് നിങ്ങൾക്ക് ഉപകരിക്കുക. കാരണം നമ്മുടെ കയ്യിൽ സൽക്കർമ്മമില്ല. നമ്മുടെ കയ്യിൽ ഏകയുള്ള സമ്പത്ത് നമ്മുടെ സാലിഹായ മക്കളാ. ആ മക്കളെ നല്ലത് പഠിപ്പിക്കുക, നല്ല വർത്തമാനം പറയുക, മക്കളെ മുന്നിൽ മോശപ്പെട്ട കാര്യം പറയാതിരിക്കുക. 10 വയസ്സായ മക്കളെ നിസ്കരിച്ചില്ലെങ്കിൽ നല്ല അടി കൊടുത്തവരെ നിസ്കരിപ്പിക്കുക. നിസ്കരിക്കണമെങ്കിൽ ആദ്യം നീ നിസ്കാരക്കാരാകണം, മാതാപിതാക്കൾ നിസ്കാരക്കാരാകണം. അങ്ങനെ നിസ്കാരമുള്ളവർ പള്ളിയിൽ നിറയുമ്പോൾ, വീടുകളിൽ നിസ്കാരമുണ്ടാകുമ്പോൾ, കുടുംബങ്ങളിൽ നിസ്കാരമുണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് അലയടിച്ചിറങ്ങിക്കൊണ്ടേയിരിക്കും. ഭൂമിയിലെ നാട്ടിലെ മൊത്തത്തിൽ ഐശ്വര്യമായിരിക്കും, മൊത്തത്തിൽ അഭിവൃദ്ധിയായിരിക്കും. അതുകൊണ്ട് നിസ്കാരം മറന്നു പോകല്ലേ, നിസ്കാരം ഉപേക്ഷിക്കല്ലേ, നിസ്കാരം കളാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതിനെ സംബന്ധിച്ച് വളരെ വിശദീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അതിലേക്ക് കടന്നാൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബി വന്ന് സ്വർഗ്ഗപ്രവേശനം ചോദിച്ച രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. സകാത്ത് കൊടുക്കണം. ചില്ലറായിട്ടിരിക്കുക നമ്മൾ സകാത്ത് കൊടുക്കാൻ. അതിനെ സംബന്ധിച്ച് വളരെ ചർച്ച ചെയ്ത വിഷയമാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിതാ നാലാമതായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയുമോ? നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ആരോടാ പറയുന്നത്? സ്വർഗ്ഗപ്രവേശനം ചോദിച്ചു വന്ന സ്വഹാബിയോട് പറയുക. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ وتقيموا الصلاة وتؤتوا الزكاة وتصلوا الرحم. നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുടുംബബന്ധം ചേർക്കണം. സ്വർഗ്ഗത്തിൽ പോണോ? കുടുംബബന്ധം ചേർക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം ചേർക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഇന്ന് കുടുംബബന്ധമോ അറുത്ത് മുറിച്ച് കളയുക അല്ലേ? ജ്യേഷ്ഠൻ അനുജനെ കണ്ടുകൂടാ, അനുജന് ജ്യേഷ്ഠനെ കണ്ടുകൂടാ, അനുജന്റെ മക്കൾക്ക് ജ്യേഷ്ഠന്റെ മക്കളെ കണ്ടുകൂടാ, ജ്യേഷ്ഠന്റെ മക്കൾക്ക് അനുജന്റെ മക്കളെ കണ്ടുകൂടാ. ജ്യേഷ്ഠന്റെ അനുജന്റെ വീടിന്റെ നടുക്കൂടി വലിയൊരു കൂറ്റൻ മതിൽ അല്ലേ? ഇനി ഉപ്പ പിതാവിന്റെ അനുജനെ കണ്ടുകൂടാ. നീ പിതാവിന്റെ അനുജനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പിതാവിന്റെ ഭാര്യ, അതായത് മാതാവിന് അതിഷ്ടമല്ല. കുടുംബ വഴക്ക് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക, എപ്പോഴും ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. കുടുംബത്തിലാകപ്പാട് പ്രശ്നങ്ങൾ. എന്നാൽ ഇത് നിസ്സാര കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്താ പറയുന്നതെന്നറിയോ? നീ സ്വർഗ്ഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പൊന്നുമോനെ, ഇബാദത്ത് ചെയ്യണമെന്നും അതുപോലെ നിസ്കാരം നിലനിർത്തണമെന്നും പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താ? കുടുംബബന്ധം ചേർക്കണം. അല്ലാഹുവിന്റെ റസൂൽ ആരായിരുന്നു? ഏറ്റവും വലിയ കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ കുടുംബബന്ധം ചേർക്കുന്ന ആളാ. കിട്ടുന്ന സമയങ്ങളിൽ കുടുംബബന്ധം ചേർക്കുന്ന ആളായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി
വസല്ലം എപ്പോഴും കുടുംബബന്ധം തുന്നിച്ചേർക്കുന്ന ആളായിരുന്നു അല്ലാഹുവിന്റെ റസൂല്. നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ആയത്ത് ഇറങ്ങി. എന്താണ് ആയത്ത് ഇറങ്ങിയതെന്നറിയുമോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല എന്നുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഓതി കേൾപ്പിക്കുമ്പോൾ, ആ ഓതി കേൾപ്പിക്കുന്നതായ സന്ദർഭത്തിൽ ഇതാ പരിശുദ്ധമായ ഖുർആനിന്റെ വചനമിതാ ഓതി കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ടായിരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിന്നും ഓടിപ്പോകുക. എങ്ങോട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിന്നും ഓടിപ്പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിന്നും അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഓടിപ്പോകുന്നത് എവിടത്തേക്കെന്നറിയുമോ? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഓടിപ്പോകുന്നത് വീട്ടിലേക്കാണ്. കാരണം എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ അരികിൽ നിന്നും ആയത്തിറങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നീ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാതെ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉറ്റ ചങ്ങാതിയായ തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അവിടെ നിന്ന് ഓടി വരികയാ. എവിടത്തേക്കാ ഓടി വരുന്നത്? മദീനയുടെ തൊട്ടടുത്തുള്ളതായ പൂന്തോട്ടമുണ്ടല്ലോ, ബഹ്റുഹാൻ എന്ന് പറയുന്നതായ പൂന്തോട്ടം. ആ പൂന്തോട്ടമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് വന്നിരുന്ന് ഇതാ കാറ്റുകൊള്ളുന്ന തണലെടുക്കുന്ന മുത്തുനബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ പൂന്തോട്ടമുണ്ടല്ലോ, ബൈറുഹാൻ എന്ന് പറയുന്ന ഈ പൂന്തോട്ടമുണ്ടല്ലോ, മുത്തുനബിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ തൽഹ റളിയല്ലാഹു അൻഹുവിന് വല്ലാതെ ഇഷ്ടമാണ് ഈ പൂന്തോട്ടം. ഇതാ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവിടത്തേക്ക് വേണ്ടി, അവിടുത്തെ ദീനിന് വേണ്ടി ഞാൻ സംഭാവന ചെയ്യുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് തൽഹ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഈ തോട്ടം കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സംഭാവന ചെയ്യുമ്പോൾ, ഇതാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒന്ന് മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ ഈ തോട്ടം സെന്റുകളാക്കി അതിനെ കസ്മത്ത് ചെയ്ത് വീതിച്ച് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട വേദനകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ വീതിച്ചു കൊടുക്കുകയാ. എന്തേ വീതിച്ചു കൊടുക്കുന്നത്? അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ യാതനകൾ അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അവിടെയും അല്ലാഹുവിന്റെ റസൂൽ മുന്തിച്ചത് എന്തിനെന്നറിയുമോ? കുടുംബക്കാരെയാ, കുടുംബ ബന്ധത്തെ ചേർക്കാൻ വേണ്ടിയാ. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തദ്ഖുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. നിന്റെ രക്തത്തെ നീ മുറിച്ചു കളയുന്നെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ സ്വർഗ്ഗത്തിലേക്ക് കടക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ നീ കുടുംബബന്ധം മുറിച്ചു കളയല്ലടാ. നിന്റെ പൊന്നുമ്മാന്റെ മക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ നിന്റെ സഹോദരങ്ങളുണ്ടല്ലോ, ആ സഹോദരങ്ങളോട് നീ ശത്രുത കാണിക്കല്ലേ പൊന്നുമോനെ. ആ ഉമ്മയോട് നീ ശത്രുത, ആ ഉമ്മയുടെ മക്കളോട് നീ ശത്രുത കാണിക്കരുത്. അനുജൻ ജ്യേഷ്ഠനോട് ശത്രുത കാണിക്കരുത്, ജ്യേഷ്ഠൻ അനുജനോടും. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്നതായ മക്കളുണ്ടല്ലോ, ആ മക്കൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഇരിക്കലല്ലാതെ മറ്റൊരു രംഗത്തിലേക്ക് അവർ തമ്മിൽ കലാപമുണ്ടായാൽ, അവർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അല്ലാഹുവിന് ഇഷ്ടമല്ല പൊന്നുമോനെ. കുടുംബബന്ധം മുറിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ വളരെ ശക്തമായിട്ട് ഹറാമാക്കിയിരിക്കുന്നത് കൊണ്ട്, അതിന്റെ ഭാഗം നരകമായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ചു എന്ന് പറഞ്ഞില്ലേ? എങ്ങനത്തെ പെണ്ണാ? സുഹൃതം ചെയ്യുന്ന പെണ്ണ്, ഇബാദത്തുള്ള പെണ്ണ്, നിസ്കാരമുള്ള പെണ്ണ്, തസ്ബീഹ് ചൊല്ലുന്ന പെണ്ണ് എന്ന് വേണ്ട, അല്ലാഹുവുമായിട്ട് വല്ലാത്ത അടുപ്പമുള്ള പെണ്ണാണ് ഈ പെണ്ണുണ്ടല്ലോ. പക്ഷേ കുടുംബബന്ധം മുറിച്ചവളാണ്. ഇവരെ പറ്റി എന്താണ് നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അവള് നരകത്തിലാണ്. നൗകമാ ഖാല റസൂലുള്ളാഹി